നല്ല ക്രിസ്പി ക്രസ്റ്റും നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഫില്ലിങ്ങുമാണ് വെജ് കട്ട്ലറ്റിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കാം. പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇത് ഹീറ്റ് ചെയ്യുക. ചൂടായ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ഇഞ്ചി, ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് നമ്മുടെ എരിവ് കണക്കാക്കി എടുക്കാം, ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസിലുള്ള സവോള, മെഷറിംഗ് കപ്പിൽ നോക്കുവാണെങ്കിൽ 1/2 കപ്പ് സവോള ചോപ്പ് ചെയ്തത്, ഇത്ര ഇട്ടത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ബീൻസ്, ഒരു 1/4 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ബീൻസ് ഇട്ട് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ബീറ്റ്റൂട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇത് 1/2 കപ്പാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം റിലീസാവും, പെട്ടെന്ന് കുക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കളർ നല്ല പർപ്പിൾ കളറാവും. ബീറ്റ്റൂട്ട് അങ്ങനെ കളർ നിങ്ങൾക്ക് മാറണ്ടായെങ്കിൽ ബീറ്റ്റൂട്ട് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ക്യാബേജ് വേണമെങ്കിൽ ചേർക്കാം, കോളിഫ്ലവർ പൊടിയായിട്ട് അരിഞ്ഞ് വേണേൽ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുമായിരുന്നു. ഇപ്പം വെജിറ്റബിൾസ് കുക്ക്ഡായി. ഭയങ്കര സോഫ്റ്റ് ആവണമെന്നില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പില ഫൈനായിട്ട് ടയർ ചെയ്തിടുക. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. അപ്പോൾ ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സറിന് വേണ്ട പുളി, ഒന്നുകിൽ വിനീഗർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. 1/4 ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ്. അപ്പോൾ ഈ മിക്സർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ചേർക്കണം. പൊട്ടറ്റോ ഞാൻ 3 എണ്ണം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തത് ഒരു പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തത്. ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചു. അങ്ങനെ കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി ഇതൊന്ന് മാഷ് ചെയ്ത് ചേർക്കാം. ഇനി ഇത് പാറ്റീസായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊരു 8-9 പാറ്റീസായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഞാനൊരു 8 ചെറിയ പാറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെക്കുക. ഒത്തിരി തിന്നാക്കണ്ട, ഇച്ചിരി കട്ടി വേണം, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട ആ രീതിയിൽ. ഇനി അടുത്തായിട്ട് നമ്മുടെ കട്ട്ലറ്റ്സ് നല്ല ക്രിസ്പായിട്ട് കിട്ടാനായിട്ട് നമുക്കൊരു മൈദ കോട്ടിങ് കൊടുക്കണം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് എടുക്കുകയാണ്. ഇച്ചിരി ഹീപ്ഡായിട്ട് എടുത്തേക്കുന്നത്. ഓരോ കട്ട്ലറ്റും ഈ മൈദയിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് വെക്കുക.
നല്ല ക്രിസ്പ് ടെക്സ്ചർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല പൊടിയാണ്ടേ ഇരിക്കും. ഇനി ബാക്കിയുള്ള മൈദയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട മുക്കുന്നില്ല, വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് അപ്പം അതിന് പകരം ബ്രെഡ് ക്രംസ് ഒട്ടിയിരിക്കാനായിട്ടൊരു നമുക്കൊരു കോട്ടിങ് വേണം. അതിന് വേണ്ടിയിട്ടാണ്. കട്ടയില്ലാണ്ട് സ്മൂത്തായിട്ടൊരു ബാറ്ററാക്കി എടുക്കുക. ഈ ഒരു അയവിൽ എടുത്തു ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ടൊരു ബാറ്റർ എടുത്തു. ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തേക്കുക. ഫ്രഷ് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊരു 3 സ്ലൈസ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നത്. ഫ്രഷ് ബ്രെഡ് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇനി ഓരോ കട്ട്ലറ്റും നമുക്ക് മൈദയുടെ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. ഇതേപോലെ എല്ലാ കട്ട്ലറ്റ്സും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളെല്ലാം ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തു. 2 പ്രാവശ്യം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല കട്ടി കോട്ടിങ്ങും കിട്ടും, മാത്രമല്ല നല്ല ക്രിസ്പ് ടെക്സ്ചറും ആയിരിക്കും. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതെല്ലാം ഒന്ന് ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്, കാരണം നമുക്ക് രണ്ടും ബാക്കിയുണ്ട് തരും. ഇതേപോലെ 2 പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ക്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഉടനെ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിപ്ലോക്ക് കവേഴ്സിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഒരാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഹീറ്റ് ചെയ്തത്. സൺഫ്ലവർ ഓയിലോ നമുക്ക് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെയും ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. കുറച്ച് നേരം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെട്ടെന്ന് ബ്രൗൺ ആകുന്ന പോലെ തോന്നും. ആ സമയത്ത് മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ വല്ലാണ്ട് എണ്ണ കുടിക്കും. ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡുമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ബ്രൗണിങ് കിട്ടിയാൽ മാത്രം മതി. ഇതേപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന അളവിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 8 കട്ട്ലറ്റാണ്. നല്ല ക്രിസ്പിയാണ്, കണ്ടോ? നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിൻ്റെ ഇൻസൈഡ് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതേപോലത്തെ ഫില്ലിങ് കിട്ടും. ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.